ഇന്ന് ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ എൻ്റെയും നിൻ്റെയും ഹൃദയം കാപട്യമില്ലാത്ത ഒരു പ്യുവർ ഹാർട്ടാണോ എന്ന് പരിശോധിക്കാട്ടോ. കള്ളങ്ങൾ ഏറുമ്പോഴാണ് ഈ പൊയ്മുഖവും കാപട്യവും ജീവിതത്തിൽ കൂടി വരുന്നത് അല്ലേ? തെറ്റുകൾ കൂടുമ്പോഴാണ് ഇഷ്ടം പോലെ മുഖംമൂടികൾ ധരിച്ചുകൊണ്ട് നാം യാത്ര ചെയ്യുന്നത്, ശരിയല്ലേ? വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 39-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം വെറുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാപട്യം. ജീവിതത്തിൽ കപടതയുണ്ടെങ്കിൽ ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ടോ അവൻ പറയുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ടോ നമുക്ക് സാധിക്കുകയില്ല കേട്ടോ. ഒരു കുറവ് ജീവിതത്തിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്ന രീതി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നൊരു മനോഭാവം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കൂടി വരുമല്ലേ? ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിലെ ചുങ്കക്കാരനെ പോലെ അവൻ്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് കാപട്യമില്ലാതെ ഉള്ളു തുറന്നു പറയുന്നവൻ്റെ പ്രാർത്ഥനകൾ തമ്പുരാൻ്റെ മുന്നിൽ സ്വീകരിക്കപ്പെടൂട്ടോ. പ്യുവർ ഹാർട്ട്, പരിശുദ്ധമായ ഹൃദയത്തോടു കൂടി നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കും. നിനക്ക് ശുദ്ധതയുണ്ടാകണം. നിൻ്റെ ഹൃദയം കാപട്യം നിറഞ്ഞതാണെങ്കിൽ ദൈവത്തിന് സ്ഥാനമുണ്ടാവുകയില്ല കേട്ടോ. നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയുമില്ല. നിൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഹൃദയം പരിശുദ്ധമായി സൂക്ഷിക്കാൻ സാധിക്കട്ടെ. ഒരു അൾത്താര പോലെ എൻ്റെയും നിൻ്റെയും ഹൃദയം പരിശുദ്ധമായി സൂക്ഷിച്ചാൽ അവിടെ തമ്പുരാൻ എഴുന്നള്ളി വന്നു വസിക്കും. അവിടെ കാപട്യത്തിന് സ്ഥാനമില്ല. കാപട്യമുള്ളിടത്ത് തമ്പുരാൻ്റെ വാസം ഒരിക്കലും സാധിക്കുകയുമില്ല. അതിനാൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ തമ്പുരാനെ സ്വീകരിക്കാൻ തക്ക വിധം ഒരു ശുദ്ധമായ ഹൃദയം നൽകി അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ.